അതുപോലെ തന്നെ എൻ്റെ അവസ്ഥയിലുള്ള ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുണ്ട്. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ഇപ്പോൾ ഒരു താല്പര്യവും ഇല്ല. അമ്മ എന്തെങ്കിലും ജപമാല റാലിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ജപമാല റാലിക്ക് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ ജപമാല റാലിക്ക് വന്നു. ഞാൻ എൻ്റെ 31 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെ ചെല്ലിയിട്ടില്ലാത്ത അത്രയും ജപമാല ഒരാളോട് പോലും സംസാരിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ജപമാല റാലിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അളവില്ലാത്ത തൊട്ട് ചെല്ലി ലുത്തീനിയ വരെ ചെല്ലുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലി ആർത്തിങ്കപ്പള്ളി ചെന്ന് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് നടക്കാൻ പോലും വയ്യ. ആ അവസ്ഥയിൽ തളർന്നാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പള്ളി പോകണമല്ലോ എന്ന് വിചാരിച്ച് എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് മക്താശ വന്നിട്ടുണ്ട് എന്ന്. എനിക്ക് ഭയങ്കര